നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രാണായാമത്തിൽ മന്ത്രത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. ശ്വാസത്തിന്റെ ഓരോ ചലനത്തോടും മന്ത്രങ്ങളുടെ ശക്തി എങ്ങനെ സമന്വയിക്കുന്നു, അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എങ്ങനെ സ്പർശിക്കുന്നു എന്ന് നോക്കാം. മന്ത്രവും ശ്വാസവും. പ്രാണായാമം എന്നു പറയുമ്പോൾ അത് വെറും ശ്വാസാഭ്യാസമല്ല. ഇത് ജീവശക്തിയായ പ്രാണനെ നിയന്ത്രിക്കുന്ന കലയും ശാസ്ത്രവുമാണ്. ഈ അഭ്യാസത്തിൽ മന്ത്രം ചേർത്താൽ ശ്വാസത്തിന്റെ താളവും അനുപാതവും സ്ഥിരതയോടെ പാലിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, സോഹം അല്ലെങ്കിൽ ഓം പോലുള്ള മന്ത്രങ്ങൾ ശ്വാസത്തിനൊപ്പം ജപിക്കുമ്പോൾ മനസ്സിനെ കേന്ദ്രീകരിക്കുകയും പരിശീലനത്തെ കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യും. ഗായത്രി മന്ത്രവും പ്രാണായാമവും. എല്ലാത്തിനുമപ്പുറം ഏറ്റവും ഉത്തമമായ മന്ത്രം ഗായത്രി മന്ത്രം തന്നെയാണ്. കാരണം ഗായത്രി പ്രാണന്റെ മുഴുവൻ രൂപത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതിലെ 24 അക്ഷരങ്ങൾ പ്രാണന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നു. ഗായത്രിയുടെ ഒരാവർത്തനം ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ ദൈർഘ്യം. ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ മന്ത്രം 2 തവണ ആവർത്തിക്കുന്നു. ശ്വാസം പുറത്തുവിടുമ്പോഴും 2 തവണ ആവർത്തിക്കുന്നു. ആദ്യകാലത്ത് എല്ലാവർക്കും ഗായത്രിയുമായി ശ്വാസം പൊരുത്തപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പതിവ് പരിശീലനത്തിലൂടെ ശ്വാസകോശം വികസിച്ചു വരുമ്പോൾ അത് സ്വാഭാവികമായി ലയിക്കുന്നു. ഓംകാര പ്രാണായാമം. യോഗശാസ്ത്രം പറയുന്നു, ഓം തന്നെയാണ് ആദിമശബ്ദം. എല്ലാം ഓമിൽ നിന്നാണുണ്ടായതും അടുക്കിൽ ഓമിലേക്കാണ് മടങ്ങുന്നതും. ഓംകാര പ്രാണായാമം ചെയ്യുമ്പോൾ ആ ശബ്ദം, അതായത് ഇടനാസാരന്ധ്രവഴി ശ്വാസം ഉൾക്കൊള്ളുമ്പോൾ, ഉ ശബ്ദം ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ, മാ ശബ്ദം ശ്വാസം പുറത്തുവിടുമ്പോൾ, അതായത് വലത് നാസാരന്ധ്ര വഴി. ഈ 3 ഘട്ടങ്ങളും ചേർന്ന് ശരീരത്തെയും മനസ്സിനെയും സന്തുലിതമാക്കുന്നു. യോഗികൾക്ക് ശുദ്ധിയും ദീർഘായുസ്സും നൽകുന്ന വളരെ ശക്തമായൊരു പ്രാണായാമമാണിത്. ഗായത്രിയുടെ ആന്തരിക പ്രതീകം. ഗായത്രി മന്ത്രം വെറും വാക്കുകളുടെ കൂട്ടായ്മയല്ല. വേദങ്ങൾ പറയുന്നു, ഓം നാദമാണ്, ഗായത്രി പ്രാണനാണ്. ഓമിൽ നിന്നാണ് ഗായത്രി വികസിച്ചത്. വേദപരമ്പരയിൽ ഗായത്രിയെ ദിവസത്തിലെ 3 രൂപങ്ങളിൽ പ്രതിനിധീകരിക്കുന്നു. രാവിലെ ഉദയസൂര്യനെപ്പോലെ ചുവന്ന നിറമുള്ള കൊച്ചു പെൺകുട്ടി, ഉച്ചയ്ക്ക് സ്വർണ്ണനിറമുള്ള യുവതി, വൈകുന്നേരം ജ്ഞാനമുള്ള വൃദ്ധ. ഇങ്ങനെ പ്രാണന്റെ 3 ഘട്ടങ്ങളെയും ഗായത്രി പ്രതിനിധീകരിക്കുന്നു. ധ്യാനത്തിൽ ഗായത്രി നമ്മെ വെറും ബാഹ്യ സൂര്യനിലേക്കല്ല, ആന്തരിക സൂര്യന്റെ തിളക്കത്തിലേക്കാണ് നയിക്കുന്നത്. ധ്യാനത്തിലേക്കുള്ള വഴികാട്ടി. പ്രാണായാമത്തിൽ മന്ത്രങ്ങൾ ചേർക്കുമ്പോൾ അത് വെറും ശ്വാസകോശ പരിശീലനം മാത്രമല്ലാതാകുന്നു. അത് നമ്മെ നേരിട്ട് ധ്യാനത്തിലേക്കും ഒടുവിൽ സമാധിയിലേക്കും എത്തിക്കുന്നു. ഉദാഹരണത്തിന്, സോഹം മന്ത്രം ഉജ്ജയി പ്രാണായാമത്തോടൊപ്പം ചെയ്യുമ്പോൾ അത് അജപജപ ആയി മാറുന്നു. ശ്വാസം തന്നെയാണ് മന്ത്രം, മന്ത്രം തന്നെയാണ് ശ്വാസം. അവസാനം ശ്വാസവും മന്ത്രവും തമ്മിൽ വേർതിരിക്കാനാവാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇങ്ങനെ മന്ത്രങ്ങളോടൊപ്പം ചെയ്യുന്ന പ്രാണായാമം ശരീരത്തിലെ പ്രാണകോശത്തെ ശക്തമാക്കുന്നതിനു പുറമെ മനസ്സിനെ ശാന്തവും ഏകാഗ്രവുമാക്കുന്നു. ഗായത്രിയും ഓവും ചേർന്ന് നമ്മുടെ അന്തസ്സിലെ സൂര്യനെ ഉണർത്തുന്നു. അതിനാൽ സുഹൃത്തുക്കളെ, ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കുക. നിങ്ങൾ പ്രാണായാമം അഭ്യാസിക്കുന്നുവെങ്കിൽ മന്ത്രത്തെ അതിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അത് നിങ്ങളുടെ അഭ്യാസത്തെ ധ്യാനത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്കാണ് ഉയർത്തുക. പുണ്യാത്മാക്കളെ, വിലപ്പെട്ട സമയത്തിന് നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാനും മറക്കല്ലേ.